ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ ഗൃഹനാഥൻ റെയിൻകോട്ടൊക്കെ മടക്കിയിട്ട് പണിക്ക് പോവാണ്. ഇപ്പൊ സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അന്ന് കുറച്ച് നേരത്തെയാണ് ആൾ പോണത്. അപ്പൊ ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണാണ്ട് മഴയൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും രാവിലെ ഒരു തിരക്കാണ്. സയാന്റെ സ്കൂള്, ഹർഷാക്കുവിന്റെ പണിക്കോല് ഒക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് പോയതാണ്. വേറെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ കഴിച്ചതൊക്കെ ഇങ്ങനെ ഇട്ടാൽ ഈച്ച വരും, അടുക്കള വാതിൽ അടച്ചിട്ടില്ലെങ്കിൽ പൂച്ച വരും, ഫുൾ പ്രശ്നങ്ങളാണ്. അപ്പൊ എന്താ പറയാ, രാവിലെ ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ, അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടെന്ന്. അപ്പം സ്കൂള് തുറന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ സയാനിന്ന് സ്കൂൾക്ക് പോണില്ല എന്നുള്ള പ്രശ്നമായിരുന്നു ഇന്നത്തെ. അവസാനം ഹർഷയ്ക്ക് 2 കൊടുത്തു, പിന്നെ ഒരു 5 രൂപയ്ക്ക് കൊടുത്തു മിഠായി അങ്ങനെ. എന്നിട്ടൊക്കെ ആയിട്ട് ആള് സ്കൂളിൽ പോയത്. വെറുതെ അടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതും ഇതും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കിനും എനിക്ക് മടിയായി. അതേപോലെ തന്നെ വലിയാക്കുന്റെ വീട്ടിൽ രണ്ടാമത്തെ ചെക്കൻ കരഞ്ഞിട്ടാട്ടെന്ന് സ്കൂളിൽ പോയത്. എനിക്കൊന്നും സ്കൂൾക്ക് പോകണ്ട, ഓ കാലുവേദനയാണെന്ന് പറഞ്ഞിട്ട് കുറെ അവിടെ നിന്ന് കരഞ്ഞു, കുറെ ഇവിടെ നിന്ന് കരഞ്ഞു. അവസാനം താത്തയും കാക്കൊക്കെ ഒച്ചിട്ടിട്ട് എല്ലാരും കൂടെ പറഞ്ഞ് ഹർഷാക്ക് വടിയൊക്കെ എടുത്ത് സയാനെ തച്ചിട്ടാണ് വിട്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടെ എന്താ പറഞ്ഞയച്ചിട്ടാ മക്കളെ. അപ്പൊ ഡെയിലി ഓരോരോ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോ അങ്ങോട്ട് വരാൻ കിടക്കുന്നത്. ഇപ്പപ്പി മമ്മി ഉണ്ടെങ്കിൽ കുട്ടികളെ തല്ലാനും ചീത്ത പറയാനൊന്നും സമ്മതിക്കൂല. അത് കാര്യത്തിന്റെ വേറൊരു വശമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സ്പ്രേ ബോട്ടിൽ എന്തായാലും ഇത് കേടെടുത്തിട്ടുണ്ട്, സ്പ്രേ ആവണില്ല. അപ്പൊ നമ്മൾ അതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആവുന്നത് അപ്പ ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഈച്ച പോകില്ല. ഈച്ച വന്നാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമ്മൾ എന്ത് കൊടുന്ന് വെക്കുകയാണെങ്കിൽ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതിമ്മ കൂടെ ഒക്കെ ഈച്ചിരിക്കും. എനിക്കാണെങ്കിൽ ഈറ്റകളെ കാണാൻ തന്നെ ഇഷ്ടമില്ല. അപ്പൊ നമ്മള് ഫുഡായാലും എന്തായാലും ആവുന്നത് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ മുഷിഞ്ഞ തുണികളൊക്കെ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാലൊക്കെ ഈച്ച വരും കേട്ടോ. ഇതിപ്പോ ഓരോരുത്തർ കുളിച്ചിട്ടൊക്കെ ഊരിടണം, ഒക്കെ ഈ സ്റ്റെയറിന്റെ അടിയിലാണ് കേട്ടോ ഊരിടാം. പിന്നെ രാവിലെ ഞാനെടുത്ത് പെറുക്കാൻ നിൽക്കണം. അപ്പൊ അതൊക്കെ പെറുക്കി ഒന്ന് പുറത്തേക്ക് ഇടാണ്. ആദ്യം നമുക്ക് എന്താന്ന് വൃത്തിയാക്കി ഇടാന്ന് കരുതി വീട്, എന്നിട്ടേ ബാക്കിയുള്ള പരിപാടിക്ക് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാല് ഒക്കെ അങ്ങനെ അലങ്കോലമായി കിടക്കണ്ടേ. അപ്പൊ നമ്മൾ അലങ്കോലമായതൊക്കെ നല്ല കോലത്തിലോട്ട് മാറ്റുകയാണ്. ഇന്ന് രാവിലെ ഭയങ്കര തിരക്കിയിരുന്നു കേട്ടോ. അപ്പം ഇതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബെഡൊന്നും വൃത്തിയാക്കിയിട്ടില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ വണ്ടി വന്നു, നേരത്തെ സ്കൂള് വിടുകയും ചെയ്യും കേട്ടോ. അപ്പം നേരത്തെ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം വഴുകി നീച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അലാറം അടിച്ചോന്ന് ഞാൻ കേട്ടില്ല കേട്ടോ. ഭയങ്കര രാത്രി കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വപ്നം കണ്ട് നീച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ കിടക്കൽ, ഇവിടുന്ന് അവിടെ കിടക്കലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല. അങ്ങനെ ഭയങ്കര സീനായിരുന്നു. അപ്പൊ നമ്മള് ആദ്യം റൂമൊന്ന് ക്ലീൻ ചെയ്യാന്ന് കരുതി. നേരം വൈകി നീറ്റോണ്ടാണ് കേട്ടോ രാവിലെ മുതൽ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. ഞാൻ രാവിലെ തൊട്ട് എടുക്കണം എന്ന് കരുതിയതാണ്. പക്ഷെ നേരം വൈകിയ സമയത്ത് നമ്മളെ ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കലൊന്നും നടക്കൂല. അപ്പൊ പിന്നെ ആകെ കൂടെ നേരം വൈകിട്ടോ. ഇപ്പൊ തന്നെ നമ്മൾ ആകെ വിറകിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ രാവിലെ ഞാൻ നീറ്റിട്ട് വേഗം നൂൽപുട്ടും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കി. ചെറുപയർ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു 5-6 വിസിലൊക്കെ നമ്മുടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വിസിലടിച്ചപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജനൽമൊക്കെ ഓരോന്ന് തൂക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും. ഹർഷാക്കും കുട്ടികളും ഓരോ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഒരു പോയിട്ടാണ് ഞാനിതൊക്കെ ക്ലീൻ ആക്കാൻ നിൽക്കാറ്. ഇതൊന്നും ഇപ്പൊ ബെഡ് കയറിയിട്ട് എന്തൊക്കെയാ തിന്നിക്കൂടാ, അതുകൊണ്ട് ബെഡ് ഫുള്ള് ഈച്ചയായിരുന്നു കേട്ടോ. അപ്പൊ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ബെഡിൽ നമ്മൾ ആദ്യം ഒരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടികൾ മൂത്രമൊന്നും ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഇട്ടുമല്ലോ, അതുണ്ടായിരുന്നു. അത് കീറി. അപ്പൊ ഞാൻ എടുത്ത് ഒഴിവാക്കിയതാണ് കേട്ടോ. നമ്മുടെ വീടൊക്കെ ഇതിന് മുന്നേ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടപ്പം അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില്ല. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇൻഷാല്ലാ അതൊന്നും വാങ്ങണം. നമ്മളെ നെക്സ്റ്റ് ബേബി വരുമ്പോഴത്തേനും അതൊക്കെ സെറ്റ് ആക്കണം കേട്ടോ ഇൻഷാല്ലാ. അപ്പൊ എന്താ പറയാ, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റ് വിരിക്കാൻ ഭയങ്കര ടാസ്ക് ആണ്. ഇപ്പം ആ സൈഡിക്ക് ബെഡ് കുറച്ച് വീതിയുള്ളതുകൊണ്ട് ആ സൈഡ് നേരാക്കാൻ വേണ്ടി ഭയങ്കര പണി കേട്ടോ. ബെഡ് ആണെങ്കിൽ കുറച്ച് വെയിറ്റും ഉണ്ട്. അപ്പൊ അത് ഇങ്ങോട്ടും അങ്ങോട്ടും നീക്കാനൊക്കെ നല്ല പണിയാണ്. അപ്പൊ വർഷാക്കുള്ള സമയത്താണ് ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിക്കാറ്. അധികം നമ്മൾ രാത്രി കിടക്കുമ്പോഴാണ് കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റുക. അതുവരെ കുട്ടികൾ ഇങ്ങനെ കുത്തി മറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ ഞാൻ ഈ വിരിച്ചിട്ട പോലെ ആവില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മീൻസ് ഉച്ചക്ക് ഹർഷാക്ക് ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഹർഷാക്കും കുട്ടികളും കൂടെ കുത്തി മറിയും. ഇപ്പൊ സയ ഉണ്ടാവില്ല, എന്നാലും ഓനൊരു 3 മണിയാകുമ്പോൾ വരും കേട്ടോ. അപ്പൊ രാത്രി വീണ്ടും നമ്മളിത് നേരെ വിരിക്കാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ നമ്മുടെ റൂം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. മെഷീൻ ഇപ്പൊ എന്തായാലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കില്ല എന്ന് കരുതിയിട്ട് മുക്കിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് തള്ളിയെടുക്കണം. അങ്ങനെ അടുക്കളയുടെ അവസ്ഥ ഇതാണ്. രാവിലെ തൊട്ട് എന്താ വല്ലാണ്ട് ക്ലീൻ ആക്കിയിട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ. അപ്പൊ ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഫസ്റ്റ് വൃത്തിയാക്കിയാലേ ഈച്ച പോവുള്ളൂ. ഞാൻ അകത്ത് പൊരിഞ്ഞ പണിയാണ്. പുറത്താണെങ്കിൽ സിദ്ധികാക്ക ഭയങ്കര കളിയാണ് കേട്ടോ. കുട്ടികളെ പിന്നാലെ ഫുട്ബോൾ കളിക്കാണ്. പ്രവാസി ആയതുകൊണ്ട് പണിക്കൊന്നും പോകണില്ല, വീട് പണി നോക്കി കിടക്കുകയാണ് ആള്. അങ്ങനെ വലിയാക്കുനൊന്ന് ലീവാണ്. വലിയാക്കുണ്ട് നമ്മുടെ വീട്ടില്. അപ്പൊ നമ്മളിത് പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് ഫ്രൈഡേ അല്ലേ. അപ്പൊ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ സയാന് കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തീയൊക്കെ പിന്നെയും കെട്ടു കേട്ടോ. ഇനിയിപ്പോ ആദ്യം അതൊക്കെ കത്തിച്ചെടുക്കണം.
ഓലക്കൊടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇപ്പൊ തീയൊക്കെ കത്തിക്കിട്ടും. ഇപ്പൊ അടുപ്പിനൊക്കെ നല്ല സ്വഭാവമാണ് കേട്ടോ, പെട്ടെന്ന് കത്തും, നന്നായിട്ട് ചൂടാവും. മഴയാകുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഇതിപ്പോ എന്താ അറിയില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇത് ചൊറിഞ്ഞു തരുമോ എന്നൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഇതിന്റെ ഇടയിൽ ഒരു പണി തന്നെയാണ്. സിദ്ദിഖാക്ക പന്ത് അപ്പുറത്തെ തൊടുക്ക് പോയപ്പോ അത് എടുക്കാൻ വേണ്ടിട്ട് അവൻ അപ്പുറത്തേക്ക് ഇറക്കിയതാണ്. അപ്പൊ ചെക്കൻ എന്തോ കടുത്തുവോ എന്തോ തൊട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത് മാറുവോളം ചൊറിച്ചിലാണ് കേട്ടോ, ചൊറിഞ്ഞോണ്ടേയിരിക്കണം. ഓനക്ക് ഉറക്കത്തിൽ പോലും ചൊറിയാണെങ്കിൽ ഓൻ ഒറ്റക്ക് ചൊറിയില്ല, ആരെങ്കിലുമൊക്കെ ചൊറിഞ്ഞു കൊടുക്കണം. ഉറക്കത്തിലൊക്കെ എപ്പച്ചി ഒന്ന് ചൊറിഞ്ഞു എന്നൊക്കെ ചോദിക്കും. ഞാനാണെങ്കിൽ വൈക്കേ തിരിഞ്ഞു നോക്കൂല. അങ്ങനെ നമ്മൾ ഇതേ ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് കുറച്ച് സമയമായിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ വേറെ കുറെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും കൂടി ക്യാമറ എത്തിക്കാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെ മസാല ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. അപ്പം ചിക്കന് ഒന്ന് അടുപ്പിലിട്ടിട്ട് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് സോപ്പ് പൊടിയിലൊന്ന് നമ്മുടെ തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് ഇട്ട് വെക്കാന്ന് കരുതിയിട്ട് നമ്മളിതേ സോപ്പ് പൊടി കുപ്പിയിലോട്ട് ആക്കി വെക്കാണ്. സർഫ് എക്സൽ ആണ് എപ്പോഴും വാങ്ങാറ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉജാല വാങ്ങും. രണ്ട് നല്ല സോപ്പ് പൊടിയാണ്, കുറച്ചിട്ടാൽ മതി, നന്നായിട്ട് പാദ്യം ചാലയൊക്കെ ഇളകി കിട്ടും. തിരുമാൻ പോണതിന്റെ കുറച്ച് മുന്നേറ്റം ഞാനുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനൊക്കെ ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ പറയാ, തിരുമണേന്റെ കുറച്ച് മുന്നേറ്റം ഇടുക. അപ്പൊ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടോ. അപ്പൊ ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആ പേരും പറഞ്ഞിട്ട് ചിക്കന്റെ പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ എന്തിനേയും വേണ്ടി പൊട്ടിത്തെറിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ടൈലിലൊക്കെ തെറിച്ചിട്ടുണ്ട്. ചിക്കൻ വേകുമ്പോ ഒന്ന് എന്താ അറിയില്ല പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് പൊരിച്ചെടുത്ത് അതൊന്ന് കുറച്ച് ഓയിൽ മാറ്റിയാണ്. നമുക്ക് ഈ ഓയിൽ വേണം മസാല ഉണ്ടാക്കാനായി. കുറച്ച് പച്ചമുളകും വലിയുള്ളിയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മാക്സിമം നമ്മൾ ഈ ചട്ടിയിൽ തന്നെ മസാല ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിന് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഉള്ളി വാടാൻ വേണ്ടിയിട്ട്. ഉപ്പിടാതെ വാട്ടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നന്നായിട്ട് പഴുത്ത തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നന്നായി സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എന്താ പറയുക, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി ഒന്ന് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ എന്താ പറയാ, നമ്മളിതിൽ ഒരുപാട് മസാല ചേർത്തിട്ടില്ല, നമ്മൾ ചിക്കനിൽ മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്താണല്ലോ, അപ്പൊ കുറേശ്ശെ മതി കേട്ടോ. നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയുടെ അടിയിൽ പിടിച്ച കക്കനൊക്കെ അതിൽ മിക്സ് ആയിട്ടുണ്ടാവും. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ്. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കന്മാർക്ക് ചിക്കന്റെ കാല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടില്ല, അത് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ശേഷം നമ്മൾ മല്ലിയിലും എന്താ വെച്ചാൽ പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് തൈര് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് തൈര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇറക്കി വെക്കുന്ന സമയത്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ട് ചെയ്താലും ടേസ്റ്റ് ആണ്, നല്ല രസമായിട്ട് ഇതിങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് രസം ഉണ്ടാക്കാന്നാണ് കരുതുന്നത്. അപ്പൊ ഞാനിത് ചെറിയൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്തോട്ട് നന്നായിട്ടൊന്ന് വേവിച്ചുടച്ചെടുക്കാണ് കേട്ടോ. പഴുത്ത തക്കാളി എടുക്കണമെന്ന് നല്ലത്, ഇതിപ്പോ കുറച്ച് പഴുപ്പ് കുറവുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ തോലൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇട്ടിട്ടില്ല. ഉപ്പൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുക, എല്ലാം കറക്റ്റും പുളിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ലോണം തിളപ്പിച്ചെടുക്കുക. കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ രസം സെറ്റ് ആയിട്ടുണ്ട്. എന്തിപ്പോ ചൂടാറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല വെറുതെ പിടിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അർഷാക്ക് ഫുഡ് കഴിക്കാനൊക്കെ എത്തിയപ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ടൈം കേട്ടോ. അർഷാക്ക് വരുമ്പോഴേക്കും നമ്മുടെ എല്ലാം കഴിയണം. എന്നും അതിന്റെ മുന്നേ കഴിയാറുണ്ട്, ചില സമയത്ത് ഇങ്ങനെ നേരം ഒഴുകാറുണ്ട് കേട്ടോ. അപ്പൊ താഴത്ത് ഇന്നിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലായിടത്തും ചിക്കനും ബീഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കുറച്ച് തേങ്ങാച്ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിതും തേങ്ങാച്ചോറാണ് കഴിച്ചത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു തിരക്കിന്റെ വിശേഷങ്ങളും ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോനെ കുറിച്ചുള്ള കമന്റ് ഒക്കെ അറിയിക്കാം കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.